Hi friends, welcome back to Unique Dine. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മളുടെ നോർത്ത് ഇന്ത്യൻ ഡിഷായ പാനിപൂരി ആയിട്ടാണ്. അപ്പം നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് അതേ ടേസ്റ്റിൽ എന്നാൽ ഈസിയസ്റ്റ് വേയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഡിഷ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഒരു സ്വീറ്റ് ചട്നി ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സ്വീറ്റ് ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫ്രഷ് ആയിട്ട് പുളി കിട്ടിയിട്ടുണ്ട്. ഈ പുളി വെച്ച് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ആ പുളി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. അതിലേക്കൊരു 1/4 കപ്പിനേക്കാൾ ഇച്ചിരി കൂടുതൽ, എന്നാൽ 1/2 കപ്പില്ല, അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. ഇതൊരു 10 മിനിറ്റോളം നന്നായി തിളച്ച് കുറുകി ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം കുറുക്കിയെടുക്കണം. കുറുകി കഴിഞ്ഞാൽ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, അതേ അളവിൽ കുരുമുളക് പൊടി, ഇതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റോളം വീണ്ടും ഒന്ന് കുറുകാൻ അനുവദിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളുടെ സ്വീറ്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഹാൻഡ്ഫുൾ ഓഫ് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പകുതിയോളം പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രഷായിട്ട് എടുത്ത് ഒരു പച്ചമുളക്, അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ നമ്മളുടെ സ്വീറ്റ് ചട്നിയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1-1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ജീരകപ്പൊടി, നേരത്തെ പോലെ ചെറിയ ജീരകം പൊടിച്ചത്, ഇവയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ ഗ്രീൻ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് വേവിച്ച് പൊട്ടറ്റോ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൂരി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ ഒരു 3 ഈക്വൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് പരത്തി ഈ ഒരു തിക്കായിട്ട് പരത്തിയെടുക്കാം. ഇനി അതൊരു ലിഡ് വെച്ച് ഒന്ന് മുറിച്ചെടുക്കാം. ഇത് നമുക്കൊരു ചൂടായ എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ മറുഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മളുടെ പൂരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോൾസാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്വീറ്റ് ചട്നി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രീൻ ചട്നിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മളുടെ
ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പാനിപൂരി. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.